ശ്രീപത്മനാഭൻ്റെ മണ്ണിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു തേരോട്ടം ഭാരതീയ ജനതാ പാർട്ടിയുടെ തേരോട്ടം ആരംഭിക്കുകയാണ്. ഏറെ വൈകാതെ നമ്മൾ സെക്രട്ടേറിയറ്റിനകത്തേക്ക് അല്ലെങ്കിൽ നിയമസഭയ്ക്കകത്തേക്ക് തന്നെ ഇതുപോലൊരു മുഹൂർത്തം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. വലിയ ഒരു വികസന പ്രവർത്തനങ്ങൾ തന്നെ തലസ്ഥാന നഗരിയിലുണ്ടാവും. അത് ജനങ്ങൾക്ക് മുമ്പിൽ ഒരു വലിയ മാതൃകയായിട്ട് നിലനിൽക്കുകയും ചെയ്യും. തിരഞ്ഞെടുപ്പാകുന്ന സമയത്ത് പട്ടായയ്ക്ക് പോകുന്ന ആൾക്കാരൊരു വശത്തുണ്ട്, തിരഞ്ഞെടുപ്പാകുന്ന സമയത്ത് ബാങ്കോക്കിലേക്ക് ടൂർ പോകുന്ന ആൾക്കാരുണ്ട്. അവരെ പോലല്ല ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭ BJP പിടിച്ചടക്കിയിരിക്കുകയാണ്. BJP മേയറായി ശ്രീ VV രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ തലസ്ഥാനത്തെ BJPയുടെ വിജയം ഏത് രീതിയിലാണ് BJP നേതൃത്വം നോക്കിക്കാണുന്നത്? നിയമസഭാ തിരഞ്ഞെടുപ്പിലടക്കം ഇത് വൻ വിജയത്തിലേക്ക് BJPയെ നയിക്കുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നു. എന്തായാലും ഈ ഒരു സന്ദർഭത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് BJPയുടെ നേതാവായ ശ്രീ യുവരാജ് ഗോകുൽ. ഒരുപാട് സന്തോഷം. കാരണം ശ്രീപത്മനാഭൻ്റെ മണ്ണിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു തേരോട്ടം ഭാരതീയ ജനതാ പാർട്ടിയുടെ തേരോട്ടം ആരംഭിക്കുകയാണ്. മുമ്പ് ഡൽഹിയിൽ BJP അധികാരത്തിൽ വരികയും ഇന്ത്യയിൽ വലിയൊരു ശക്തിയാണെങ്കിലും അന്ന് അങ്ങനെ ഒരു അധികാര കേന്ദ്രങ്ങളിലേക്കൊന്നും വന്നിട്ടില്ല. ഡൽഹിയിൽ BJP അധികാരത്തിൽ വരുന്ന സമയത്ത് BJP എല്ലാവരും പരിഹസിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യ ഭരിക്കാൻ നോക്കുന്നു എന്നുള്ളതായിരുന്നു. അത് പക്ഷേ അന്വർത്ഥമായി. ഡൽഹിയും പിടിച്ചു, ഇന്ത്യയും പിടിച്ചു, ഇന്ത്യയിലെ അധികാരത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി. സമാനമായി തന്നെയാണ് കേരളത്തിൻ്റെ അധികാരം എന്ന് പറയുന്നത് തലസ്ഥാന നഗരത്തിലൂടെ തന്നെ തുറക്കുകയും തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ കോർപ്പറേഷനിൽ അധികാരത്തിലേറുന്ന ഒരു ധന്യമുഹൂർത്തത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഏറെ വൈകാതെ നമ്മൾ സെക്രട്ടേറിയറ്റിനകത്തേക്ക് അല്ലെങ്കിൽ നിയമസഭയ്ക്കകത്തേക്ക് തന്നെ ഇതുപോലൊരു മുഹൂർത്തം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ മുൻ മേയർ അടക്കം ഈ ഒരു വാചകം പറഞ്ഞിരുന്നു, ഡൽഹിയിൽ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ. തീർച്ചയായിട്ടും അല്ല, അത് ഒരു യാഥാർത്ഥ്യമാണ്, രാഷ്ട്രീയമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഇപ്പോൾ 2005 ഇന്നലെ കഴിഞ്ഞ ദിവസം MR ഗോപൻ ചേട്ടൻ എഴുതിയിരുന്നു. ഒരേ ഒരു കൗൺസിലറാണ് ഉണ്ടായിരുന്നത്, അതും ഉപതെരഞ്ഞെടുപ്പിലൂടെ പിടിച്ചെടുക്കുന്നതാണ്. ആ ഒന്നിൽ നിന്ന് തുടങ്ങി ഇന്ന് നമ്മൾ 50ലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു വലിയ യാത്രയാണ്, ഒരു വലിയ ജേണിയാണ്. ഒരുപാട് യാതനകൾ, ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒരുപാട് സമരങ്ങൾ, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച് തീർച്ചയായിട്ടും അങ്ങനെ നേടിയെടുത്തിട്ടുള്ളൊരു വലിയ വിജയം തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഒരു വിജയത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതുമായി കണക്ട് ചെയ്യുന്നത് നമുക്ക് തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് 4 കോർപ്പറേഷൻ മണ്ഡലങ്ങൾ, 4 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ആ 4 ഉള്ള ജനങ്ങൾ വലിയ തരത്തിലുള്ള വിശ്വാസം BJPയിൽ അർപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ 4 എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിജയത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനോടൊപ്പം ചേർന്ന് കിടക്കുന്ന മണ്ഡലങ്ങളാകട്ടെ വരും ദിവസങ്ങളിൽ കോർപ്പറേഷനിൽ വലിയ വികസന പ്രവർത്തനങ്ങളുണ്ടാകും. നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ നമ്മുടെ തലസ്ഥാന നഗരിയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും വലിയ ഒരു വികസന പ്രവർത്തനങ്ങൾ തന്നെ തലസ്ഥാന നഗരിയിലുണ്ടാവും. അത് ജനങ്ങൾക്ക് മുമ്പിൽ ഒരു വലിയ മാതൃകയായിട്ട് നിലനിൽക്കുകയും ചെയ്യും. ഈ മുൻപേ മാരാർജി ഭവൻ പണിത ഈ ഒരു സമയത്ത് അന്ന് തന്നെ വാർത്തകളിലെല്ലാം തന്നെ നിറഞ്ഞു നിന്നിരുന്നു. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ അവിടെ ഓഫീസുണ്ട്, മുറിയുണ്ട് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മേയർക്കും മുറിയുണ്ട്. എല്ലാം തന്നെ കാലേക്കൂട്ടി എല്ലാം തന്നെ, അതായത് മുൻപേ മനസ്സിലാക്കി തന്നെയാണ് BJP പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രൊഫഷണലി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് BJP ആണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്രൊഫഷണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾക്ക് നിരീക്ഷിച്ചാൽ തന്നെ മനസ്സിലാവും. ഹരിയാന ആയിരുന്നാലും ശരി തന്നെയാണ്, മഹാരാഷ്ട്ര ആയിരുന്നാലും ശരി തന്നെയാണ്. ഞങ്ങൾ പരാജയപ്പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു തിരിച്ചടി, നമുക്കിതിനെ പരാജയം എന്നൊന്നും പറയാൻ സാധിക്കില്ല. 240 സീറ്റിലേക്ക് നമ്മൾ ജയിക്കുമ്പോൾ പോലും നമ്മൾ പരാജയപ്പെട്ടു എന്നാണ് പലരും പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. 100 സീറ്റ് പോലും കിട്ടാത്തവർ ജയിച്ചു എന്ന് പറയുകയും 240 സീറ്റ് ജയിച്ച ആൾക്കാർ പരാജയപ്പെട്ടു എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ നിലവാരം എന്താണ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഞങ്ങളതിനെ തിരിച്ചടിയായിട്ടാണ് എടുക്കുന്നത്. ഞങ്ങൾ ലഡ്ഡു കൊടുക്കാനോ ഞങ്ങളല്ലെങ്കിൽ വലിയ ആഘോഷത്തിലേക്കൊന്നും പോയിട്ടില്ല. ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്കൊരു ചെറിയ സെറ്റ് ബാക്ക് വന്നിട്ടുണ്ട്, ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു തലത്തിലേക്ക് ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള ഒരു ഗ്രഹപാഠം നടത്തുക, ഹോംവർക്ക് നടത്തുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതിനെ നമ്മൾ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തും. അപ്പോൾ അതിന് പകരം തിരഞ്ഞെടുപ്പാകുന്ന സമയത്ത് പട്ടായയ്ക്ക് പോകുന്ന ആൾക്കാരൊരു വശത്തുണ്ട്, തിരഞ്ഞെടുപ്പാകുന്ന സമയത്ത് ബാങ്കോക്കിലേക്ക് ടൂർ പോകുന്ന ആൾക്കാരുണ്ട്. അവരെ പോലല്ല ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മണ്ണിലിറങ്ങി കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് കേരളത്തിലെ പോലും ഒരു പാർട്ടി ഓഫീസ് പണിയുന്ന സമയത്ത് മേയറുടെ റൂമും മുഖ്യമന്ത്രിയുടെ മുറിയും ഒക്കെ ഞങ്ങൾ പണിഞ്ഞു വെക്കുന്നത്. കാരണം ഞങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്.
നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ്? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അത്ഭുതങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാറാത്തത് മാറും എന്നുള്ള ആ ഒരു ആപ്തവാക്യം തീർച്ചയായിട്ടും ജനങ്ങൾ ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ, തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അരനൂറ്റാണ്ടായിട്ട് മാറാതെ ഭരിച്ചിരുന്ന ഇടതുപക്ഷത്തിനെ ഞങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ കോട്ടകൾ പലതും ഞങ്ങൾ പിടിച്ചെടുത്തത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിന്നീട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം കേരളത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും 100% ഉണ്ടാകും. എന്തായാലും സംസ്ഥാനത്തെ BJP ഓഫീസായ മാരാർജി ഭവൻ പണിതത് മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ അവിടെ ഒരു ഓഫീസ് നിർമ്മിച്ചിട്ടുണ്ട് എന്ന്. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മേയർക്ക് ഉൾപ്പെടെ അവിടെ ഒരു മുറിയുണ്ട്. അതായത് BJP ഇവിടെ നടപ്പിലാക്കുന്ന ഒരു രാഷ്ട്രീയമെന്ന് പറയുന്നത് കൃത്യമായ അജണ്ടയോടുകൂടി, കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് അവർ ഈ സംസ്ഥാന ഓഫീസ് വരെ പണിതിരിക്കുന്നത് എന്നാണ് നമ്മളോട് യുവരാജ് ഗോകുൽ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.